വിദ്യാഭ്യാസ വകുപ്പിന് കിട്ടാനുള്ള 1100 കോടി രൂപ വാങ്ങിച്ചെടുക്കാനുള്ള തന്ത്രം മാത്രമായിരുന്നു, അല്ലെങ്കിൽ മാത്രമാണ് PM ശ്രീ പദ്ധതിയിൽ ഒപ്പുവെച്ചതെന്നാണല്ലോ നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി പറയുന്നത്. അദ്ദേഹത്തിന്റെ ആ വാദത്തെ ഇന്നലെ പൊളിച്ചത് നമ്മുടെ ധനമന്ത്രി KN ബാലഗോപാൽ തന്നെയാണ്. അദ്ദേഹം ഇന്നത്തെ പത്രസമ്മേളനത്തിൽ പറഞ്ഞത് കേന്ദ്രത്തിൽ നിന്ന് 10,000 കോടി രൂപ നമുക്ക് കിട്ടാനുണ്ടെന്ന്, കുടിശ്ശികയാണെന്ന്. ഒരു കാരണവുമില്ലാതെ തടഞ്ഞു വെച്ചിരിക്കുക. കേരളം രക്ഷപ്പെടണ്ട, കേരളം നന്നാവണ്ട എന്ന ദുഷ്ടചിന്ത കൊണ്ട് കേന്ദ്ര സർക്കാർ അത് ആ പണം കൊടുക്കാതെ പിടിച്ചു വെച്ചിരിക്കുക. 10,000 കോടി രൂപ. അപ്പൊ ബാലഗോപാൽ ചോദിച്ച ഒരു ചോദ്യമുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ PM ശ്രീ പദ്ധതി ഒപ്പുവെച്ചതിനെ കുറ്റപ്പെടുത്തുന്നവർക്ക് എന്ത് പറയാനുണ്ടെന്ന്. ബാലഗോപാൽജി, ചോദ്യം അതല്ല ശരിക്കുള്ളത്. നമുക്ക് ഈ 10,000 കോടി രൂപയുടെ കുടിശ്ശിക കിടക്കുമ്പോൾ പറഞ്ഞല്ലോ, അത് വെറുതെ പിടിച്ചു വെച്ചിരിക്കുകയാണ് കേന്ദ്ര ഗവൺമെന്റ്, ന്യായമായ കാരണങ്ങളില്ലാതെ. ആ ഒരു സാഹചര്യത്തിൽ ഈ 1100 കോടി രൂപയ്ക്ക് വേണ്ടി നിങ്ങൾ എന്തിനാണ് CPM-ന്റെയും ഇടതുപക്ഷ മുന്നണിയുടെയും ഒക്കെ നയത്തിന് വിരുദ്ധമായ, ഒരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റാത്ത വ്യവസ്ഥകളുള്ള ഈ PM ശ്രീ പദ്ധതിയിൽ ഒപ്പുവെച്ചു? നിങ്ങൾ എല്ലാവരും പറയുന്നുണ്ട് അവരുടെ ദേശീയ വിദ്യാഭ്യാസ നയം കാവ്യവൽക്കരണത്തിന് വേണ്ടിയുള്ളതാണ്, ഹിന്ദുത്വ ആശയങ്ങൾ പ്രചരിപ്പിക്കാനുള്ളതാണ്, എല്ലാവരും പറയുന്ന കാര്യമാണ്. ഈ 10,000 കോടി രൂപ കിട്ടാതിരുന്നിട്ടും നമ്മൾ ജീവിച്ചു പോകുന്നുണ്ടല്ലോ. എന്നിട്ട് നിങ്ങൾ എന്തിനാണ് ഈ 1100 കോടി രൂപയ്ക്ക് വേണ്ടി നിങ്ങളുടെ നിലപാടുകളെ ഒറ്റിക്കൊടുത്തത്, അല്ലെങ്കിൽ തള്ളിപ്പറഞ്ഞത്? CPI അത് ചോദിക്കുന്നുണ്ടല്ലോ. ഇത്ര തിടുക്കം പിടിച്ച് എന്തിനാണ് മന്ത്രിസഭയോ മുന്നണിയോ ഒന്നും അറിയാതെ ബാക്കി എല്ലാവരെയും ഇരുട്ടിൽ നിർത്തിക്കൊണ്ട് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശമനുസരിച്ച് ഈ കരാർ ഒപ്പുവെച്ചതെന്ന് ചോദിക്കുന്നുണ്ട്. അതിന്റെ പിന്നിലെ രഹസ്യം അവർക്കും മനസ്സിലായിരിക്കുന്നു. ഇത് വെറും രൂപയുടെ കണക്ക് മാത്രമല്ല, ഇത് അടുത്ത തെരഞ്ഞെടുപ്പിൽ CPM-ഉം BJP-യും തമ്മിൽ സംഭവിക്കാൻ പോകുന്ന ആ ഒരു അധാർമികമായ രാഷ്ട്രീയ കൂട്ടുകെട്ടിന്റെ ലക്ഷണങ്ങളാണ് നമ്മൾ കാണുന്നത്. പുറമേക്ക് പറയാതെ രഹസ്യമായിട്ടുള്ള ഒരു സഖ്യത്തിന്റെ വേഴ്ചയുടെ അതിന്റെ മുന്നോടിയായിട്ടാണ് ഇതൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ബാലഗോപാലും ഈ കണക്ക് പറഞ്ഞതോടെ കേരളത്തിലെ ജനങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട്. നമ്മുടെ ബിനോയ് വിശ്വത്തിന്റെയും CPI-യുടെയും പരാതി മന്ത്രിസഭയോ മന്ത്രിമാരോ അറിയാതെ, ഇടതുമുന്നണി അറിയാതെ രഹസ്യമായിട്ട് ഈ കരാർ ഒപ്പുവെച്ചു എന്നുള്ളതാണല്ലോ. അതിന്റെ പേരിൽ മാത്രം സങ്കടപ്പെടേണ്ട കാര്യങ്ങളൊന്നുമില്ല. അതിനേക്കാൾ വലിയ സംഭവങ്ങൾ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഇവിടുത്തെ CPM-ഉം ഇടതുപക്ഷ പാർട്ടികളും VS അച്യുതാനന്ദനുമൊക്കെ ലോക ബാങ്കിന്റെയും ADB-യുടെയും വായ്പകൾക്കെതിരായിട്ട് ലോക മഹായുദ്ധങ്ങൾ നയിച്ച ആളുകളാ. ഒരു കാരണവശാൽ ADB-യെയോ ലോകബാങ്കിനെയോ കേരളത്തിലേക്ക് കാലെടുത്ത് കുത്താൻ സമ്മതിക്കില്ല എന്നാണ് VS അച്യുതാനന്ദനും മറ്റും പറഞ്ഞിരുന്നത്. പക്ഷെ അദ്ദേഹം മുഖ്യമന്ത്രിയായിരിക്കുന്ന കാലത്ത് തോമസ് ഐസക്കും, ധനമന്ത്രി തോമസ് ഐസക്കും പാലോളി മുഹമ്മദ് കുട്ടിയും ചേർന്ന് നഗരവികസനത്തിന് ADB-യിൽ നിന്ന് വായ്പ എടുത്തു, അതിന്റെ കരാറിൽ ഒപ്പുവെച്ചു. 3 മാസം കഴിഞ്ഞ് അതിന്റെ അംഗീകാരത്തിന് വേണ്ടി ഈ കരാർ മന്ത്രിസഭയുടെ മുമ്പിൽ എത്തിയപ്പോഴാണ് മുഖ്യമന്ത്രി സാക്ഷാൽ VS അച്യുതാനന്ദൻ ഈ വിവരം അറിയുന്നത്. ADB-യുമായിട്ട് കേരള സംസ്ഥാന സർക്കാർ കരാർ ഒപ്പുവെച്ചിരിക്കുന്നു എന്ന കാര്യം അന്ന് VS മന്ത്രിസഭാ യോഗത്തിന് ശേഷം പറഞ്ഞു. ഞാനോ മന്ത്രിസഭയോ മുഖ്യമന്ത്രിയോ മന്ത്രിസഭയോ അറിയാതെയാണ് ഈ കരാർ ഒപ്പുവെച്ചിരിക്കുന്നത്. തോമസ് ഐസക്കും പാലോളി മുഹമ്മദ് കുട്ടിയും ഇതിന് മറുപടി പറയേണ്ടി വരും എന്ന്. അതൊരു വലിയ കലാപമായിട്ട് വളർന്നു. CPI ഒക്കെ അതിൽ പങ്കുചേർന്നു. ആരും അറിയാതെയാണ് ഇത് ചെയ്തിരിക്കുന്നത്. പക്ഷെ തോമസ് ഐസക്കും പാലോളി മുഹമ്മദ് കുട്ടിയും അനങ്ങിയില്ല. അവർ ആട്ടുകല്ലിന് കാറ്റ് പിടിച്ചതുപോലെ അവരിരുന്നു. കാരണം അവരുടെ പിന്നിൽ പിണറായി വിജയനായിരുന്നു. പിണറായി വിജയൻ പറഞ്ഞിട്ടാണ് ആ കരാറിൽ ഒപ്പുവെച്ചത്, മുഖ്യമന്ത്രി അറിയാതെ. അവസാനം ഈ ADB വായ്പയ്ക്കെതിരെ വലിയ ഉച്ചത്തിൽ സംസാരിച്ചിരുന്ന വെളിയം ഭാർഗവനാശാൻ ഒരു കാര്യം അങ്ങ് പറഞ്ഞു. ഏതായാലും ADB വായ്പ നമ്മൾ ഒപ്പിട്ട് കഴിഞ്ഞു, ഇനി നമ്മൾ അതിനെ എതിർക്കുകയാണെങ്കിൽ നമ്മുടെ പാലോളി മുഹമ്മദ് കുട്ടി മന്ത്രിക്കെതിരായിട്ടുള്ളൊരു അവിശ്വാസ പ്രകടനമാകും എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ആ കലാപം അടങ്ങിയത്. എന്തായാലും ബിനോയ് വിശ്വം, നിങ്ങൾ ഇന്നലത്തെ എക്സിക്യൂട്ടീവ് വരെ ധൈര്യത്തോടു കൂടി നിന്നു. അതിലേറ്റവും ഇഷ്ടപ്പെട്ട കാര്യം നിങ്ങളുടെ 4 മന്ത്രിമാർ ഒപ്പിട്ട് മുഖ്യമന്ത്രിക്ക് കൊടുത്ത ഒരു കത്താണ്. ആ കത്ത് വാസ്തവം പറഞ്ഞാൽ CPI-ക്ക് അല്ലെങ്കിൽ CPI മന്ത്രിമാർക്ക് മുഖ്യമന്ത്രി പിണറായി വിജയനിലുള്ള അവിശ്വാസം രേഖപ്പെടുത്തുന്ന ഒരു കത്തായിരുന്നു. നയപരമായ തീരുമാനത്തിനു വേണ്ടി മന്ത്രിസഭ മാറ്റിവെച്ച ഒരു വിഷയം ചർച്ച കൂടാതെ തീരുമാനമെടുത്ത് കരാർ ഒപ്പുവെച്ചത് ബിസിനസ് റൂൾസിന് എതിരാണെന്ന് ഈ മന്ത്രിമാർ അവരുടെ
കത്തിൽ പറഞ്ഞിരിക്കുകയാണ്. അതായത് കെ രാജൻ ഈ വിഷയം കഴിഞ്ഞ മന്ത്രിസഭാ യോഗത്തിൽ ഉന്നയിക്കുമ്പോൾ അതിനു മുമ്പ് തന്നെ ധാരണാപത്രം തയ്യാറായിരുന്നു. അതിന്റെ പിറ്റേന്ന് ഈ കരാർ ഒപ്പുവയ്ക്കുകയും ചെയ്തു. പക്ഷേ മന്ത്രി രാജൻ ഈ വിഷയം ഉന്നയിച്ചപ്പോൾ മുഖ്യമന്ത്രിയോ വിദ്യാഭ്യാസ മന്ത്രിയോ ഒരക്ഷരം പോലും മിണ്ടിയില്ല. ഇതിന്റെ പിന്നിലെ വഞ്ചനയെക്കുറിച്ചാണ് ഈ കത്തിൽ ഈ 4 മന്ത്രിമാർ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. ഇത് അനുചിതവും അംഗീകരിക്കാൻ വയ്യാത്തതുമാണെന്ന് 4 മന്ത്രിമാർ പറയുമ്പോൾ ഞങ്ങളെ ചതിച്ചു എന്ന വികാരമാണ് അതിൽ തെളിയുന്നത്. ഒന്ന് ആലോചിച്ചു നോക്കൂ. ഒരു മന്ത്രിസഭയിലെ 4 അംഗങ്ങള്, കൂട്ടുത്തരവാദിത്വത്തോടുകൂടി പെരുമാറേണ്ട ആളുകള്, ഒരിക്കലും ആ തത്വം ലംഘിക്കപ്പെടാതിരിക്കേണ്ടതാണ്. എന്നിട്ട് പോലും അറിയാതെ ഒരു തീരുമാനമെടുത്തു, ഒരു കരാർ ഉണ്ടാക്കുന്നു, അതിനെ എതിർത്തുകൊണ്ട്, അതിനെ വിമർശിച്ചുകൊണ്ട്, അത് അംഗീകരിക്കാനാവില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ മന്ത്രിമാർ ഒരു മുഖ്യമന്ത്രിക്ക് കത്തെഴുതുന്നു എന്ന് പറഞ്ഞാൽ അതൊരു പക്ഷേ ചരിത്രത്തിൽ ആദ്യത്തേതായിരിക്കും. വളരെ ഗുരുതരമായ ഒരു സംഭവവികാസമാണത്. പിണറായി വിജയനെ പോലെ മുഖ്യമന്ത്രിക്ക് ഇതൊന്നും ഒരു വലിയ പ്രശ്നമായിരിക്കില്ല. ബിനോയ്, നിങ്ങൾ 4-ാം തീയതി ഒരു തീരുമാനം എടുക്കേണ്ടി വരും. നിങ്ങളെ നേരിടുന്ന പ്രശ്നം, പ്രതിസന്ധി വളരെ ആഴത്തിലുള്ളതാണെന്ന് അറിയാം. 1969 MNTVയും EMSനോടാണ് പോരാടിയത്. അതല്ല ഇപ്പോഴത്തെ അവസ്ഥ. ഇത് പിണറായി വിജയനാണ്. നിങ്ങളെ തകർക്കാൻ ഏതറ്റം വരെയും അദ്ദേഹം പോകും. വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം. പക്ഷേ നിങ്ങൾ CPMന് കീഴടങ്ങാനാണ് ഭാവമെങ്കിൽ പക്ഷെ നിങ്ങളെ ചരിത്രം ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിയും. നിങ്ങൾക്ക് ഒരു പാർട്ടി എന്ന നിലയിൽ അഭിമാനത്തോടെ തല ഉയർത്തിപ്പിടിക്കാനാവുമോ എന്നാണ് കേരളത്തിലെ ജനങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. വിപ്ലവാഭിവാദനങ്ങൾ.